ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഭഗവതി വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ എൻ്റെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കിയാലോ. വിഷുവൊക്കെ കഴിഞ്ഞില്ലേ, വിഷുക്കണി വെച്ചതിൻ്റെ ഒരു പൈനാപ്പിളാണ് കേട്ടോ. ഇത്ര ദിവസം ഒന്നും ഞാൻ ചെയ്തില്ല. പിന്നെ ഇത് കഴിക്കാൻ മാത്രം പിള്ളേരും ഇവിടെ ഇല്ല കേട്ടോ. ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കും ചേട്ടനും കൂടിയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഇതിൻ്റെ തൊലിയൊക്കെ കളയുന്നുണ്ട്. അത്യാവശ്യം വലുതായ കാരണം കൊണ്ട് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. തൊലികൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഒരു വിധത്തിൽ തൊലി ഞാൻ കളഞ്ഞു വരുന്നുണ്ട്. ഇതൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. കഴുകി ഒരു തണ്ണിമത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വേറെ ദിവസം ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ എന്തായാലും പൈനാപ്പിൾ ജ്യൂസാണ്. ഇനി ഞാനൊരു ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കും. അങ്ങനെ പൈനാപ്പിൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പഞ്ചസാരയും അത് ഇതിൻ്റെ കൂടെ ഇട്ട് കുറച്ച് തണുത്ത വെള്ളം കൂട്ടി മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വീണ്ടും അരിപ്പയിൽ അരിച്ചിട്ട് വരാം. പൈനാപ്പിൾ അങ്ങനെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പൈനാപ്പിൾ ജ്യൂസ്. ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റും ഒരു ലൈക്കും ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.